പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നുവെന്നും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിലും മന്ത്രി മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണയായി സ്വർണ്ണക്കടത്ത് പറയുന്നു? പ്രധാനമന്ത്രി പദവിയിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ആലോചിക്കണം. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കിയ ആൾക്കൂട്ടം ആക്രമിച്ചതിനെപ്പറ്റി മോദി വനിതാ സമ്മേളനത്തിൽ പറഞ്ഞില്ല എന്നും മോദിക്ക് വടക്കുംനാഥന്റെ മുന്നിൽ എല്ലാം ഏറ്റു പറയാമായിരുന്നുവെന്നും കെ രാജൻ വിമർശിച്ചു. മോദിയുടെ വരവിന് നന്ദി. മോദിക്ക് തൃശ്ശൂർ ഒന്ന് കാണാനായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകടക്കാർ മുതൽ കൊച്ചു കൊച്ചു കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരു ആഘോഷമായി. നല്ല കച്ചവടം നടന്നു തൃശ്ശൂർ. പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്നരായി ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ. അവരനുഭവിച്ച കഠിന വേദന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. പ്രധാനമന്ത്രി ഇതിനു മുമ്പ് വന്നപ്പോൾ പറഞ്ഞു, സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഇഡിയും എൻഫോഴ്സ്മെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ആറാട്ടും നടത്തിയിട്ടും 7.5 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അപസർപ്പക കഥകൾ. ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല.